ഹായ്, മാബിൾ ലാൻഡിലെ ഹോം ടൂറിലേക്ക് സ്വാഗതം. ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരൂർ താലൂക്കരയിലുള്ള മജീദ് ഖാൻ്റെ വീട്ടിലാണ്. ഈ വീടിൻ്റെ വിശേഷങ്ങളും ഇതിന് ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനെ കുറിച്ചിട്ടുള്ള ഒന്ന് പരിചയപ്പെടുത്തൽ കൂടിയാണ് ഈ വീഡിയോ. ഈ വീടിൻ്റെ എക്സ്റ്റീരിയറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ട്രഡീഷണൽ മോഡേൺ ലുക്കിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഈ വീട്ടിലേക്കുള്ള എൻട്രൻസ് ശ്രദ്ധിച്ചാൽ അറിയാം, ഇതിൻ്റെ സ്റ്റെപ്പ് ഇതിൻ്റെ സ്റ്റെപ്പ് അതേമാതിരി സിറ്റ് ഔട്ടിൽ വിരിച്ചിരിക്കുന്ന ഈ ഒരു ടൈല്. സാധാരണ നമ്മളൊരു മിക്കൊരു വീടുകളും നമ്മൾ സ്റ്റെപ്പ് ചെയ്തിരുന്നത് നാച്ചുറൽ ഗ്രാനൈറ്റോ അല്ലെങ്കിൽ അനുബന്ധ അങ്ങനത്തെ മെറ്റീരിയൽ ആയിരിക്കും. അതിൻ്റെ വേർതിരിച്ചിട്ട് ഒരു ബ്ലാക്ക് ഗ്രാനൈറ്റ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. എന്നാൽ ഈ വീട്ടിൽ മെയിൻ ഫ്ലോർ വിരിച്ചിരിക്കുന്ന സെയിം ഐറ്റം തന്നെയാണ് ഈ സ്റ്റെപ്പിലും കൊടുത്തിട്ടുള്ളത്. മുഖ്യ ആകർഷണം എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റെപ്പ് ചെയ്തിട്ടുള്ളത് 45 രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഒരു നാച്ചുറൽ ഇറ്റാലിയൻ മാർബിളാണ് ചെയ്തുകൊണ്ടുള്ളതായിട്ട് ഒരു ഫീലാണ് നമുക്ക് തോന്നുക. ഈ വീടിൻ്റെ സിറ്റ് ഔട്ട് ഏരിയൻ്റെ ഈ ഒരു പോർഷന് കൂടുതൽ ആകർഷകമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വാട്ടർ ഫൗണ്ടനോട് ഉള്ളൊരു പോണ്ടാണ്. ഈ ഒരു ഏരിയയിൽ ഷോവാൾ സെറ്റ് ചെയ്തിട്ടുള്ളത് നാച്ചുറൽ ലാറ്ററി സ്റ്റോൺ കൊണ്ടാണ്. ഈ വീടിന് ടോട്ടലി ഒരു ട്രഡീഷണൽ മോഡേൺ ലുക്ക് കിട്ടുന്നതിന് ഈ ഒരു നാച്ചുറൽ സ്റ്റോൺ മുഖ്യ ഘടകമായിട്ടുണ്ട്. ഈ വീടിൻ്റെ ലിവിംഗ് ഏരിയയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതിൻ്റെ മുഖ്യ ആകർഷകം എന്ന് പറയുന്നത് ഈ ലിവിംഗ് ഏരിയനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വുഡൻ പാനലിംഗ് അഥവാ വുഡൻ സ്ട്രിപ്പ് ഓഫ് ടൈലാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ലിവിംഗ് ഏരിയയിൽ കൊടുത്തിട്ടുള്ളത് ലാവിഷ് എന്ന ബ്രാൻഡിൻ്റെ 1200-200 എന്ന സൈസിലുള്ള വുഡൻ സ്ട്രിപ്പ് ഓഫ് ടൈലാണ്. ഈ സെയിം ടൈൽ തന്നെയാണ് നമുക്ക് ഡൈനിങ് ഏരിയയിലും നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ മോട്ടോയുടെ വെഗാ ബേജിൻ്റെ കൂടെ ഈ വുഡൻ സ്ട്രിപ്പ് ഓഫ് ടൈല് കൊടുത്തപ്പോൾ എത്ര മനോഹരമാണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവാം. മോട്ടോയുടെ വെഗാ സീരീസിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ കോമ്പിനേഷനായിട്ട് നമുക്ക് വുഡൻ ടൈല് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ലുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ഈ ഡൈനിങ് ഏരിയയോട് ചേർന്നിട്ട് തന്നെ നമുക്ക് പുറത്തേക്കുള്ള ഒരു എൻട്രൻസും കൂടി ഇവിടുന്നുണ്ട്. ഡൈനിങ് ഏരിയയോട് ചേർന്നിട്ട് ഈ കിച്ചണിൻ്റെയും ഡൈനിങ്ങിൻ്റെ ഇടയ്ക്കുള്ള ഒരു സ്പേസിൽ ഒരു കോമൺ ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. പുറത്ത് നോക്കുമ്പോൾ ഒരിക്കലും നമുക്കൊരു ടോയ്ലറ്റ് ആണെന്ന് മനസ്സിലാക്കുകയും ചെയ്യില്ല. ഇത് ക്യൂട്ടോൺ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിലാണ് ഈ ടോയ്ലറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സാധാരണ ഹൈലൈറ്റിനൊക്കെ ഒരു ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി വേറൊരു കളർ ടൈലുകളാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇതിൽ ഒരു സിംഗിൾ ടോണിലാണ് ഈ ടോയ്ലറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഡൈനിങ് ഏരിയയോട് ചേർന്നിട്ട് തന്നെയാണ് ഒരു മിനി കിച്ചൺ, അതായത് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറോട് കൂടിയുള്ള ഒരു ചെറിയ കിച്ചൺ. ഒന്ന് നോക്കാം. നമ്മൾ ഈ മോഡുലാർ കിച്ചൺ എന്നൊക്കെ പറയുന്ന ഒരു കിച്ചണാണിത്. പക്ഷേ നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ആക്സസ് ഉണ്ട്. അപ്പോൾ കിച്ചൺ ഇതിൻ്റെ കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് മോട്ടോ എന്ന് പറഞ്ഞ ഗാലക്സി വൈറ്റിലാണ് ഈ കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുള്ളത്. ഇവിടെ തന്നെ നമുക്കൊരു സിങ്ക് അതേമാതിരി തന്നെ ഫുഡ് ഹോബൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുഡ് ഡയറക്റ്റായിട്ട് നമുക്ക് ഇവിടുന്ന് കഴിക്കാൻ വേണ്ടി ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കിച്ചണോട് ചേർന്നുള്ള ഈ ഒരു ഏരിയ ഒന്ന് കുറച്ചുകൂടി വിശാലമാണ്. ഇവിടെ നമ്മൾ ഫ്രിഡ്ജ് അതേമാതിരി തന്നെ വാഷിംഗ് മെഷീൻ തുടങ്ങിയ സംഗതികളൊക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ബെഡ്റൂമിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ഇതേ സെയിം ടൈൽ തന്നെയാണ് നമ്മൾ ഫ്ലോറിൽ ഈ ബെഡ്റൂമിൽ ചെയ്തിട്ടുള്ളത്. ബെഡ്റൂമിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഫർണിച്ചർ സെറ്റിങ്സ് ആണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. ഒന്ന് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ബാത്റൂമിൽ നമ്മൾ ടൈല് കൊടുത്തിട്ടുള്ളത് സൊമാനി എന്ന് പറഞ്ഞ ബ്രാൻഡിലെ ഒരു ലൈറ്റ് ഗ്രേ ആൻഡ് ഡാർക്ക് ഗ്രേ കോമ്പിനേഷനിലാണ്. ഇതിനെ വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെയാണ് ഒരു പ്രെയർ റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഗ്രാസ് മോഡലുള്ള ഒരു കാർപ്പറ്റാണ് ഇവിടെ വിരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഒരു നാച്ചുറൽ സ്റ്റോൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഒതുക്കുന്ന ഒരു സ്പേസ് ആണ്. ഇതാണ് പ്രെയർ റൂം. ഇനി നമ്മൾ അപ്സ്റ്റെയറിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെയർ കേസ് ഒരു നാച്ചുറൽ വുഡ് കൊണ്ട് ചെയ്തിട്ടുള്ള ഒരു അതിവിശാലമായിട്ടുള്ള ഒരു സ്റ്റെയർ കേസാണിത്. ഈ കാണുന്നത് സ്റ്റെയർ കേസിൻ്റെ ഒരു ലാൻഡിങ് ഏരിയയാണ്. ഈ ലാൻഡിങ് ഏരിയയിൽ 2 എൻട്രൻസ് ഉണ്ട്. ഒന്ന് ബെഡ്റൂമിലേക്കും ഒന്നൊരു സ്റ്റഡി ഏരിയയിലേക്കുമാണ്.